ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം മുതൽ മലയാള സിനിമ വളരെയധികം സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയവർ അവരുടെ സിനിമകൾ ഹിറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്നുള്ള അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം മമ്മൂട്ടി സിനിമ വന്നതോടെ നികത്തി കഴിഞ്ഞു. മോഹൻലാലിൻ്റെ സിനിമകളുണ്ടായിരുന്നെങ്കിലും അത് വേണ്ടത്ര ഏശിയില്ല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ 2023 അവസാനം മോഹൻലാലിൻ്റെ സിനിമ ഹിറ്റായി. അതിനു മുമ്പ് മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും ഹിറ്റായി. അങ്ങനെ സജീവമായൊരു ഉണർവ് മലയാള സിനിമാ വേദിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. തിയേറ്ററിലേക്ക് കുടുംബസമേതം പേർ വന്നു തുടങ്ങി. ആദ്യമൊക്കെ കുടുംബ പ്രേക്ഷകർ കുറവായിരുന്നു. പഴയതുപോലെ ആദ്യകാലത്ത് പോലെ തന്നെയാണ് കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബ പ്രേക്ഷകരെ കൂടുതൽ തിയേറ്ററിലേക്ക് വരുത്തുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കിയാൽ തീർച്ചയായും പഴയ രീതിയിലേക്ക് സിനിമകൾ വരും, തിയേറ്റർ നിറയും എന്ന് ബോധ്യമായി. അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ സിനിമയുമായി ബന്ധപ്പെട്ട ചിലർ വിളിച്ചത്. ഞങ്ങളിപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഫാൻസുകാർ ഒരുമിച്ച് കൂടി ചില തർക്കങ്ങളുണ്ട്. പലരും പറഞ്ഞത് ഈ വർഷം 2024 മോഹൻലാലിൻ്റെ വർഷമായിരിക്കും എന്ന് അവരുടെ ഫാൻസുകാർ പറയുന്നു. അതല്ല, മമ്മൂട്ടിയുടെ തന്നെ വർഷമായിരിക്കും, ആവർത്തനമായിരിക്കുമെന്ന് മമ്മൂട്ടി ഫാൻസുകാർ പറയുന്നു. അതിനിടയിൽ ചില വാക്ക് തർക്കങ്ങൾ വന്നു. ആ വാക്ക് തർക്കം വന്നപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകളിൽ അയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മോഡലാക്കിക്കൊണ്ട് പലരും പണമുണ്ടാക്കി. മമ്മൂട്ടിയല്ല, മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ടുകൊണ്ടാണ് എൻ്റെ ഷർട്ടുകളെല്ലാം വിറ്റ് കാശുണ്ടാക്കി എന്നുള്ള പ്രചരണമുണ്ട്. ഇതൊരു തർക്കമാണ്. ഇതിലേതാണ് ശരി? മമ്മൂട്ടിയുടെയാണോ മോഹൻലാലിൻ്റെയാണോ ഷർട്ടുകൾ മാർക്കറ്റിൽ വിറ്റ് കാശാക്കിയത്? അപ്പം ഞാനൊരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വന്നത് മമ്മൂട്ടിയാണ്. മോഹൻലാലിൻ്റെ ആ സിനിമ, അതിൻ്റെ അത്ര സിനിമ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ തന്നെയാണത്. മമ്മൂട്ടിയുടെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. കാരണം സിദ്ദിഖ് ലാലിൻ്റെ സിനിമയാണത്. സിദ്ദിഖ് ലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് ലാൽ ഒരുമിച്ച് സംവിധാനം ചെയ്ത സിനിമയുമല്ല. അവരുടെ സിനിമകളെല്ലാം ഹ്യൂമർ സെൻസുള്ള, കോമഡി സെൻസുള്ള സിനിമകൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂട്ടി ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവർക്ക് ഡേറ്റ് കൊടുക്കുന്നു. പക്ഷെ അത് കേട്ട് പലരും നെറ്റിച്ചുളിച്ചു. കാരണം മമ്മൂട്ടി സീരിയസ് ആയിട്ടുള്ള നടനാണ്, സീരിയസ് വേഷങ്ങൾ ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് സിദ്ദിഖ് ലാലിൻ്റെ സിനിമയിൽ അഭിനയിക്കുക? ആ ചോദ്യം പൂർത്തിയാകുമ്പോൾ തന്നെ മറ്റൊരു വാർത്ത കേട്ടു. സിദ്ദിഖ് ലാലും വേർപിരിഞ്ഞിരിക്കുന്നു, ശത്രുക്കളായിരിക്കുന്നു. അപ്പോൾ ആ പടം നടക്കില്ല. അന്വേഷിച്ച് വന്നപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അവർ രണ്ടുപേരും പറഞ്ഞു, ഒരു തീരുമാനമെടുത്തു, ഞങ്ങളിൽ ഒരാൾ ഈ സിനിമ സംവിധാനം ചെയ്യും, ഒരാൾ ഈ സിനിമ നിർമ്മിക്കും. അങ്ങനെ ആ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ച് മമ്മൂട്ടി നായകനായി ഒരു സിനിമ അവർ പ്രഖ്യാപിക്കുകയാണ്, ഹിറ്റ്ലർ എന്നുള്ള സിനിമ. ആ ഹിറ്റ്ലർ റിലീസ് ചെയ്തത് ഒരു വിഷുവിനായിരുന്നു. 1996 വിഷുവിനാണ് ഹിറ്റ്ലർ റിലീസ് ചെയ്തത്. ഹിറ്റ്ലർ റിലീസ് ചെയ്യുന്നതിന് മുൻപ് മമ്മൂട്ടി ദ കിങ് എന്ന സിനിമയിലെ ബമ്പർ നായക നടനായിരുന്നു. ആ സിനിമയൊരു ബമ്പർ ഹിറ്റായിരുന്നു, ആലോചിക്കണം. ആ ഹിറ്റിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ വന്നതെന്ന് ആലോചിക്കണം. ഇനി ഈ സിനിമയ്ക്കൊരു കഥയുണ്ട് ഹിറ്റ്ലർക്ക്. ഈ ഹിറ്റ്ലർ സിനിമ റിലീസ് തുടക്കത്തിൽ തന്നെ ചില പ്രചരണങ്ങൾ വന്നു. കാരണം ഹിറ്റ്ലർക്കെതിരെ വരുന്നത് കാലാപാനിയാണ്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൻ്റെ അസാധാരണമായ ഒരു സിനിമ, അതിൻ്റെ പ്രചരണം, പബ്ലിസിറ്റി, മറ്റ് കാര്യങ്ങളെല്ലാം വലിയ രീതിയിലായിരുന്നു. ആ കാലാപാനിയുടെ പബ്ലിസിറ്റിക്ക് മുന്നിൽ ഹിറ്റ്ലർ ഒന്നുമല്ല എന്നാലോചിക്കണം. അവർ മറ്റൊരു പ്രചരണം കൂടി അഴിച്ചുവിട്ടു. ഈ സിനിമ കോമഡി സിനിമയല്ല, സിദ്ദിഖ് ലാലും ഒരുമിച്ചുള്ളതല്ല,
ഒരാൾ നിർമ്മാണവും മറ്റൊരാൾ സംവിധാനവും ചെയ്തിരിക്കുന്നു. സീരിയസ് നടനായ മമ്മൂട്ടി ഈ സിനിമയിൽ ഒന്നും ചെയ്യില്ല. അപ്പോൾ അവരെ മുൻകാല സിനിമ പോലെ ഈ സിനിമ വിജയിക്കണമെന്നില്ല എന്നൊരു പബ്ലിസിറ്റിയും ഒന്നും ആലോചിക്കണം. ആശയക്കുഴപ്പം ശരിയാകുമോ, ശരിയാകാതിരിക്കുമോ, ഇവർ തമ്മിലുള്ള ഈഗോ ഈ സിനിമയെ ബാധിക്കുമോ, ഇന്നെല്ലാം ചോദ്യങ്ങളെല്ലാം മലയാള സിനിമയിലുണ്ടായി എന്നാലോചിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തകർക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ ആരാണിതിൽ? മമ്മൂട്ടിയുടെ കഥാപാത്രമെന്നും കുടുംബ പ്രേക്ഷകരുടേതായിരുന്നു. ആ കുടുംബ പ്രേക്ഷകരെന്നും മമ്മൂട്ടിയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹിറ്റ്ലർ മാധവൻകുട്ടിയാണ് കഥാപാത്രം. മാധവൻകുട്ടി എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരിമാർക്ക് വേണ്ടി ജീവിക്കുന്ന, നിധി കാക്കുന്ന ഭൂതം പോലെ തൻ്റെ സഹോദരിമാരെ കാത്തു സൂക്ഷിക്കുന്ന മാധവൻകുട്ടി. അങ്ങനെയുള്ള മാധവൻകുട്ടിയെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഏത് അച്ഛനും അമ്മയുമാണ് ഇഷ്ടപ്പെടാത്തത്? ഏതൊരു സ്ത്രീകളാണ് ഇഷ്ടപ്പെടാത്തത്? അത്രയും സ്നേഹപൂർവ്വം ഉള്ള കഥാപാത്രത്തെ മമ്മൂട്ടി ഹിറ്റ്ലറിൽ അവതരിപ്പിച്ചു എന്ന് ആലോചിക്കണം. ആ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ വൈറലായി മാറി, ഹിറ്റായി മാറി എന്നാലോചിക്കണം. നേരത്തെ പറഞ്ഞ പോലെ കാലാപാനി അതിമനോഹരമായൊരു സിനിമയായിരുന്നെങ്കിൽ കൂടി ആ സിനിമയ്ക്ക് ഹിറ്റ്ലറിൻ്റെ അടുത്ത് എത്താൻ പറ്റിയില്ല കളക്ഷൻ്റെ കാര്യത്തിൽ നിന്ന് ആലോചിക്കണം. അങ്ങനെ 150 ദിവസം പ്രദർശിപ്പിച്ച് വിജയിപ്പിച്ചൊരു സിനിമയാണ് ഹിറ്റ്ലർ. അങ്ങനെയുള്ള ആ ഹിറ്റ്ലർ സിനിമയ്ക്ക് വേണ്ടി ചിലർ വേറെ രീതിയിലുള്ള കച്ചവടം തുടങ്ങി. മമ്മൂട്ടി അതിൽ ധരിച്ചിരിക്കുന്നൊരു ഷർട്ടുണ്ട്, കറുപ്പും വെളുപ്പുമുള്ളൊരു ഷർട്ട്. ആ ഷർട്ട് ചിലർ മുതലാക്കി അത് കച്ചവട തന്ത്രമാക്കി മാറ്റി. അതേപോലുള്ള ഷർട്ട് ധരിച്ച് ഹിറ്റ്ലർ ഷർട്ട് എന്ന പേരിൽ മാർക്കറ്റിലിറക്കാൻ നോക്കി എന്നുള്ളതാണ്. ആദ്യം കുറച്ച് ഷർട്ടുകളെ അവർ ഇറക്കിയുള്ളൂ. അത് ബമ്പർ ഹിറ്റായി മാറി. അത് തിയേറ്ററുകൾ മുൻപിൽ ഈ ഷർട്ടുകൾ ഒറിജിനലായും ഡ്യൂപ്ലിക്കേറ്റായാലും വിൽപ്പനകൾ നടന്നു. ഷർട്ടുകൾ മാത്രമല്ല, വലിയ ബനിയനുകൾ. ആ ബനിയനുകളിൽ മമ്മൂട്ടിയുടെ പടം വെച്ചുകൊണ്ട്, ഈ ഹിറ്റ്ലർ വേഷം വെച്ചുകൊണ്ട് അത്തരം ബനിയൻസും ധാരാളം പോയി. 150 ദിവസം സിനിമ പ്രദർശിപ്പിച്ചെങ്കിലും അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളിൽ ഈ ഷർട്ടും ബനിയനുള്ള വിറ്റഴിച്ചുകൊണ്ട് പലരും കോടീശ്വരന്മാരായി എന്നാണ് പറയുന്നത്. അങ്ങനൊരു സംഭവം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് മമ്മൂട്ടിക്ക് മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് ഗേളി എന്നൊരു കഥാപാത്രവുമായി മലയാള സിനിമയിൽ വന്ന നാദിയ മൊയ്ത് കൊണ്ടെന്ന് ആലോചിക്കണം. ഫാസിലിൻ്റെ നോക്കത്താ ദൂരത്ത് കണ്ണും തട്ട്. അന്ന് വരെ വന്ന നായികമാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു ഹെയർ സ്റ്റൈൽ നാദിയ മൊയ്തു ആ സിനിമയിലുണ്ടാക്കി. കുറേ കാലം നമ്മുടെ സ്ത്രീകളുടെ ഹെയർ സ്റ്റൈൽ നാദിയ മൊയ്തുവിൻ്റെ രൂപത്തിലായിരുന്നു. ഇങ്ങനെ ചില സംഭവങ്ങൾ മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി മമ്മൂട്ടിയുടെ ഷർട്ട് പോലെ തന്നെ മറ്റൊരു ഷർട്ട് ഹിറ്റാവാൻ പോകുന്നു. അത് പറഞ്ഞു കേൾക്കുന്നത് മലൈക്കോട്ടെ വാലിബലിലെ മോഹൻലാലിൻ്റെ സിനിമ കണ്ട് അതിൻ്റെ പേരിൽ ഷർട്ടുകൾ ഇറങ്ങാൻ പോകുന്നൊരു വാർത്തയും പ്രചരിക്കുന്നുണ്ട്.